അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. SSF സാഹിത്യോത്സവിന്റെ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് അത്ഭുത ബാലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. ആ കാലത്ത് ബനൂ സഅദ് ഗോത്രത്തിൽ ഭയങ്കര ക്ഷാമമായിരുന്നു. കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും കിട്ടാതെ അവർ വലഞ്ഞു. ഒട്ടകങ്ങളും ആടുകളും തിന്നാൻ പച്ചിലകൾ പോലുമില്ലാതെ മെലിഞ്ഞുണങ്ങി. കുട്ടികൾക്ക് പാല് പോലും കൊടുക്കാൻ കഴിയാതെ ഉമ്മമാർ സങ്കടപ്പെട്ടു. ഹലീമ ബീവിയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. അല്ലയോ ഹാരിസ്, നമുക്ക് മക്കയിൽ പോയി ഏതെങ്കിലും കുട്ടികളെ മുല കുടിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് ഭക്ഷണം വാങ്ങാമല്ലോ. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവ് ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സഅദ് ഗോത്രത്തിലെ സ്ത്രീകളോടൊപ്പം അവർ മക്കയിലേക്ക് യാത്രയായി. അവരുടെ കൂടെ അവരുടെ മകനും ഉണ്ടായിരുന്നു. അവർ ഒരു പെൺകഴുതയുടെ പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്. കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും കിട്ടാതെ ആ മിണ്ടാ പ്രാണി മെലിഞ്ഞവശയായിരുന്നു. അങ്ങനെ ഒട്ടേറെ യാതനകൾ സഹിച്ചുകൊണ്ട് ദീർഘനേരത്തെ യാത്രക്കൊടുവിൽ അവർ മക്കയിലെത്തി. മക്കയിലെത്തിയ പല സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കണ്ടു. കുട്ടി അനാഥനാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും പിൻവാങ്ങി. ബാപ്പയില്ലാത്ത കുഞ്ഞിനെ നോക്കിയാൽ തുച്ഛമായ പണം മാത്രമേ ലഭിക്കൂ എന്നുള്ളതായിരുന്നു അതിന് കാരണം. ഹലീമ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അനാഥനാണെന്ന് അറിഞ്ഞപ്പോൾ അവരും ആദ്യം പിൻവാങ്ങി. ഭർത്താവും ഹലീമ ബീവിയും വൈകുന്നേരം വരെ കുഞ്ഞിനെ തിരഞ്ഞു നടന്നെങ്കിലും ഒരു ഒറ്റ കുട്ടിയെ വരെ അവർക്ക് കിട്ടിയില്ല. അവരുടെ കൂടെ വന്നവരെല്ലാം മടങ്ങാൻ തുടങ്ങി. നേരം ഇരുട്ടാൻ ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഭർത്താവിനെയും മാറി മാറി നോക്കി. നമുക്ക് ആ യത്തീം കുട്ടിയെ തന്നെ ഏറ്റെടുത്ത് ഇവരുടെ കൂടെ തന്നെ പോയാലോ? ഹലീമ ബീവിയുടെ വാക്കുകളിൽ നിരാശ പടർന്നിരുന്നു. ഹലീമ, നേരം ഇരുട്ടി തുടങ്ങി, നമുക്ക് ആ കുട്ടിയെ തന്നെ ഏറ്റെടുക്കാം. അല്ലാഹു ആ കുട്ടിയിൽ നിന്ന് നമുക്ക് നന്മ നൽകാതിരിക്കില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഹാരിസ് റളിയല്ലാഹു അൻഹു ഹലീമ ബീവിയെയും കൂട്ടി അബ്ദുൽ മുത്തലിബിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. വീട്ടിലെത്തിയ ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ മടിയിൽ കിടത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ തിളക്കവും അസാമാന്യ സൗന്ദര്യവും ഹലീമ ബീവിയെ ഞെട്ടിച്ചു. കുട്ടി ഇവരോടുമായി ഇണങ്ങുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് കുഞ്ഞിന് പാൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഹലീമ ബീവി ആകെ ബേജാറായി. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ തന്റെ മാർഗത്തിൽ ഒരു തുള്ളി പാല് പോലുമില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. എങ്കിലും അബ്ദുൽ മുത്തലിബിന്റെ നിർദ്ദേശപ്രകാരം അവർ കുഞ്ഞിന് പാല് കൊടുക്കാൻ ആരംഭിച്ചു. പിന്നെ അവിടെ നടന്നതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തന്റെ സ്വന്തം മകനും അന്ന് ആദ്യമായി മതിവരോളം പാല് കുടിച്ചു. ഹലീമ ബീവിക്ക് സന്തോഷം അടക്കാനായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി അവർ സഅദ് ഗോത്രത്തിലേക്ക് യാത്രയായി. വീട്ടിലെത്തിയ ഹലീമ ബീവിയും ഭർത്താവും ഞെട്ടിപ്പോയി. അത്ഭുതം, അത്യത്ഭുതം! മെലിഞ്ഞൊട്ടിയ ആടുകളും മറ്റും അതാ തടിച്ചു കൊഴുത്തിരിക്കുന്നു. ഹാരിസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ആടുകളുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ അകിടുകളിൽ അതാ പാൽ നിറഞ്ഞിരിക്കുന്നു. ഹലീമ ബീവിക്കും ഭർത്താവിനും സന്തോഷം അടക്കാനായില്ല. ഹാരിസ് റളിയല്ലാഹു അൻഹു ഹലീമ ബീവിയോട് പറഞ്ഞു, ഇതൊരു സാധാരണ കുട്ടിയല്ല, അത്ഭുത ബാലനാണ്, അത്ഭുത ബാലൻ. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അവരുടെ ദാരിദ്ര്യമെല്ലാം മാറി സമൃദ്ധിയിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 വയസ്സ് പൂർത്തിയായി. അദ്ദേഹത്തെ യഥാർത്ഥ കുടുംബത്തിന് ഏൽപ്പിക്കേണ്ട സമയമായി. ഹലീമ ബീവിക്ക് സങ്കടം അടക്കാനായില്ല. എങ്കിലും മനസ്സിലാ മനസ്സോടു കൂടി അവർ ആമിന ബീവിയുടെ അടുത്തേക്ക് ചെന്നു.
കുട്ടി കുറച്ച് ദിവസം കൂടി എന്റെ കൂടെ നിന്നോട്ടെ, ഹലീമ ബിവി റളിയല്ലാഹു അൻഹ ഖത്കനത്തോടെ ചോദിച്ചു. മനസ്സിലെന്ന ആമിന ബിവി അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി ആഹ്ലാദത്തോടു കൂടി ഹലീമ ബിവി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലാഹു നമ്മെയും സ്വർഗ്ഗത്തിലാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.